ദൈവനാമത്തിൽ സ്നേഹവന്ദനം വീണ്ടെടുപ്പ് എന്ന പഠന പരമ്പരയുടെ 17ാമത്തെ അവതരണത്തിലാണ് നാം ഇപ്പോൾ ആയിരിക്കുന്നത്. ക്രിസ്തീയ ജീവിതത്തിൽ വളരെ സുപ്രധാനമായൊരു വിഷയമാണ് വീണ്ടെടുപ്പ്. ദൈവം മനുഷ്യനെ വീണ്ടെടുത്തതിൻ്റെ ചരിത്രം, എപ്രകാരമാണ് ദൈവം അത് നിത്യതയിൽ വെച്ച് വിഭാവനം ചെയ്യുകയും കാലചക്രത്തിൽ ദൈവം എപ്രകാരമാണ് ചരിത്രത്തിൻ്റെ പശ്ചാത്തലത്തിൽ ആ വീണ്ടെടുപ്പ് നടപ്പിലാക്കിയത്. ദൈവം അബ്രഹാമിനെ അതിനായി തിരഞ്ഞെടുത്തു. വിഗ്രഹാരാധനയുടെ ഒരു കുടുംബത്തിലായിരുന്നു അബ്രഹാം ജനിച്ചു വളർന്നത്, നാഹോറിൻ്റെ മകനായി. പക്ഷെ അവിടുന്ന് ദൈവം അബ്രഹാമിനെ തൻ്റെ പ്രിയദാസനെ തിരഞ്ഞെടുത്തു. ഈ അബ്രഹാമിന് ദൈവം ഒരു വാഗ്ദാനം നൽകി, ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും. ദൈവം എന്നിട്ട് അബ്രഹാമിനോട് കാണിച്ചു കൊടുക്കാനിരിക്കുന്ന ദേശത്തേക്ക് കടന്നു വരാൻ പറഞ്ഞു. എന്നിട്ട് ആ ദേശത്തേക്ക് കടന്നു വരുമ്പോൾ നീ സഞ്ചരിക്കുന്ന ദേശം ഞാൻ നിനക്ക് തരും, കൂടാതെ നിന്നിൽ ഭൂമിയിലെ സകല സന്തതികളും അനുഗ്രഹിക്കപ്പെടും. ഒരു വിധത്തിൽ 3 ഘടകങ്ങളുണ്ട് അബ്രഹാമിനോടുള്ള വാഗ്ദാനം. ഒന്ന്, ഞാൻ നിന്നെ മഹാജാതിയാക്കും. 2, ദേശം നൽകി തരും. പിന്നീടുള്ളത് ആത്മീക സന്തതിയിലൂടെയുള്ള അനുഗ്രഹം. അതിനെക്കുറിച്ച് നമ്മൾ പിന്നീട് ചിന്തിക്കാം. അപ്പം ഈ 2 അനുഗ്രഹങ്ങളും പൂർണ്ണമായി മഹാജാതിയാക്കും, ദേശം നിനക്ക് തരും എന്ന് പറഞ്ഞ വാഗ്ദാനം, അത് ഭൗതികമായ വാഗ്ദാനങ്ങളാണ്, ഭൂമിയിലുള്ള വാഗ്ദാനങ്ങളാണ്, രാജ്യത്തെയും കുറിച്ചുള്ളതാണ്. അബ്രഹാം ഒരു വലിയ രാജ്യമായി മാറി, വലിയൊരു മഹാജാതിയായി മാറി. ദേശം ദൈവം അവർക്ക് കൊടുത്തു. അതോടൊപ്പം തന്നെ ഒരു കാര്യം ദൈവം പറഞ്ഞു. ആവർത്തന പുസ്തകം 28-29 അധ്യായങ്ങളിൽ മോശയിലൂടെ അനുഗ്രഹത്തിൻ്റെ ശാപത്തിൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ, നിങ്ങൾ പ്രവാസത്തിലേക്ക് പോകേണ്ടി വരും, നിങ്ങളെ ദൈവം പറഞ്ഞയക്കും, നിങ്ങളെ ദൈവത്തോട് അവിശ്വസ്ത കാണിച്ചതിൻ്റെ ഫലമായി. എന്നിട്ട് അവിടെ നിന്ന് നിങ്ങൾ തിരിച്ചു വരുന്നൊരു വിഷയത്തെക്കുറിച്ചും ദൈവം അവരോട് പറയും. ഒരു ശേഷിപ്പ് മടങ്ങി വരും, ഈ രാജ്യം സ്വന്തമാക്കാൻ, ദേശം സ്വന്തമാക്കാൻ എന്നതിനെക്കുറിച്ച് പറഞ്ഞു. ദൈവമക്കളായി ഇവരുടെ അവിശ്വസ്തത, ദൈവത്തെ ആരാധിച്ച് ബഹുമാനിച്ച് സ്നേഹിച്ച് ജീവിക്കുന്നതിന് പകരം ചുറ്റുപാടുമുള്ള ജാതികളുടെ മര്യാദകളെ പിൻപറ്റിയത് നിമിത്തം ദൈവം ദൂരദേശത്തേക്ക് അകറ്റിക്കളയും. ഇന്ന് ലോകത്തിൽ പലരുടെയും ധാരണ ദൈവം ഇസ്രായേൽ ജനത്തിന് കൊടുത്തതായ ദേശത്തെക്കുറിച്ചുള്ള വാഗ്ദാനം ഇന്നും പൂർത്തിയായിട്ടില്ല എന്നും ദൈവം അവസാനം അവരെ പാലസ്തീൻ നാട്ടിൽ കൊണ്ടുവന്ന് സ്ഥിരതാമസമാക്കുമെന്നൊരു അബദ്ധമുണ്ട്, എന്നൊരു തെറ്റിദ്ധാരണയുണ്ട്. അത് തെറ്റാണ്. ദൈവജനത്തെ ശരിയായി പഠിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ ദൈവം ഇസ്രായേൽ ജനത്തിന് നൽകാമെന്ന് പറഞ്ഞ വാഗ്ദാനം ആ ദേശം നൽകി. അവരത് അനുഭവിച്ചു. അവിടെ ദൈവം അവർക്ക് സ്വസ്ഥത കൊടുത്തു. യോശുവയുടെ പുസ്തകത്തിൽ നമ്മൾ വായിച്ചു, നെഹമ്യാവ് സ്ഥാപിച്ചു. ദൈവം അവർക്ക് കൊടുക്കാമെന്ന് ഉദ്ദേശിച്ചവർ ദൈവം അവർക്ക് കൊടുത്തു. ദൈവം കൊടുക്കാതിരുന്നില്ല. പക്ഷെ അവരവിടെ വീണ്ടും ദൈവത്തോട് മത്സരിച്ച് ദൈവം അവരെ ഓടിച്ചു കളഞ്ഞു. അതിനെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ കണ്ടു. ഒരു രാജ്യമായിരുന്നു ദാവീദിൻ്റെ ഭരണകാലത്ത് 12 ഗോത്രങ്ങൾ നടക്കുന്ന ഇസ്രായേൽ. പക്ഷെ പിന്നീട് ദാവീദിന് ശേഷം ശലോമോന്റെ കാലത്ത് അത് വിഭജിക്കപ്പെട്ടു. 2 രാജാക്കന്മാരുടെ പുസ്തകത്തിനെക്കുറിച്ച് വ്യക്തമായി നമുക്ക് കാണാം. 1 രാജാക്കന്മാർ 11-12 അധ്യായം. അതിൽ ഒരു കൂട്ടം ഇസ്രായേൽ എന്ന് പറയുന്ന 10 ഗോത്രങ്ങൾ അവർ അസീറിയ ദേശത്ത് അടിമകളായി പിടിക്കപ്പെട്ടു. പിന്നീടുള്ള 2 ഗോത്രങ്ങൾ യഹൂദ ഗോത്രം, യഹൂദ ബെന്യാമീൻ ഗോത്രത്തിൽ യഹൂദ ഗോത്രം എന്ന് അറിയപ്പെടുന്നു. അവർ ബാബിലോണിലേക്ക് പോയി. ബാബിലോണിലേക്ക് പ്രവാസികളായി അടിമകളായി കടന്നു പോകേണ്ടി വന്നു. അവിടെ ദൈവം അവരുടെ നടുവിലേക്ക് പ്രവാചകന്മാരെ അയച്ചു. കാരണം അവർ ചില നല്ല രാജാക്കന്മാരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു, ഹിസ്കിയാവിനെ പോലെ. കാരണം യഹൂദ ഗോത്രത്തിൽ നിന്നാണ് ലോകരക്ഷകനായ മശിഹ കടന്നു വരേണ്ടത്. അവിടെ നടുവിൽ ദൈവം വാഗ്ദാനങ്ങൾ കൊടുത്തു, അവരെ ജീവനോടെ നിലനിർത്തി. പക്ഷെ അതേ സമയത്ത് ഒരു ചെറിയ ശേഷിപ്പ് മാത്രമേ അവിടെ നിന്ന് മടങ്ങി വരികയുള്ളൂ എന്ന് ദൈവം പറഞ്ഞു. ഇപ്പം ദൈവം ഭരിച്ചിരുന്നത് രാജ്യത്തിൻ്റെ അവസാനം വന്നെത്തി. അനുഗ്രഹങ്ങളും ശാപങ്ങളും ദൈവം പറഞ്ഞതുപോലെ സംഭവിച്ചു. ദൈവത്തിൻ്റെ ശാപം തൻ്റെ ജനത്തിൻ്റെ മേൽ വന്നു. ഒരിക്കൽ ലോകത്തെ തലയുയർത്തി നിന്നിരുന്നതായ ദൈവമക്കൾ, ദാവീദിൻ്റെയും ശലോമോൻ്റെ കാലഘട്ടത്തിൽ സുവർണമായൊരു കാലഘട്ടം ഉണ്ടായിരുന്നവർ ഇന്ന് അതം പിടിച്ച് ഇന്ന് ചാരത്തിൽ വീണുപോയി. ദൈവത്തിൻ്റെ മഹത്വരെ വിട്ടുപോയി. പക്ഷെ അതേസമയം നമ്മൾ ഓർക്കണം, ആവർത്തനം 30 മോശ പറഞ്ഞൊരു വാഗ്ദാനമുണ്ട്. അതായത് അനുഗ്രഹത്തിൻ്റെയും ശാപത്തിൻ്റെയും കൽപ്പനകൾ ആവർത്തന പുസ്തകം 28-29 അധ്യായങ്ങളിൽ പറയുമ്പോൾ അതിൻ്റെ 30-ാം അധ്യായത്തിൽ മോശ ഒരു കാര്യം രേഖപ്പെടുത്തി. ദൈവത്തിൻ്റെ കൃപയാലുള്ള ഒരു അനുഗ്രഹം. അതായത് നിങ്ങൾ പ്രവാസികളായി പോകുന്ന സ്ഥലത്ത് ദൈവത്തെ സ്നേഹിച്ച് ഭയപ്പെട്ട് മോശയുടെ ന്യായപ്രമാണത്തെ അനുസരിക്കാൻ നിങ്ങൾ മനസ്സ് വെച്ചാൽ നിങ്ങളിൽ ചിലർ തിരിച്ചു വരാൻ ദൈവം വഴിയൊരുക്കും, ഞാൻ നിങ്ങളെ മടക്കി വരുത്തും എന്ന് ദൈവം വാഗ്ദാനം ചെയ്തത് മോശ ആവർത്തനം 30 പറയും. അതങ്ങനെ സംഭവിച്ചുവെന്ന്
ദൈവശ്വാസിയരായ ചരിത്രകാരന്മാരും പ്രവാചകന്മാരും സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് ലോകത്തിൽ 1000 ആണ്ട് വിശ്വാസം എന്ന് പറയുന്നവരും മറ്റും പറയുന്നത് പോലെ യഹൂദന്മാർക്ക് ഇനിയും തിരിച്ചു വരവുണ്ട്, പാലസ്തീൻ അവർക്ക് വീണ്ടും കിട്ടും, അവിടെ ദേവാലയം പണിയപ്പെടും, ദൈവത്തിൻ്റെ പദ്ധതികൾ പൂർണ്ണമായിട്ടില്ല എന്നൊക്കെ പറയുന്നവർക്ക് ശരിക്കും ദൈവവചന പരിജ്ഞാനം ഇല്ലാത്തവരാണ്. ദൈവം അവരോട് പറഞ്ഞു, നിങ്ങൾ പ്രവാസത്തിൽ പോയി കിടക്കുമ്പോൾ അവിടെ വെച്ച് നിങ്ങൾ മനം തിരിഞ്ഞ് മോശയുടെ ന്യായപ്രമാണത്തെ അനുസരിച്ച് ദൈവത്തെ ഭയപ്പെട്ട് മടങ്ങി വരികയാണെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചു വരാൻ കഴിയും. പക്ഷെ ഇന്ന് ന്യായപ്രമാണമില്ല. മോശയുടെ ന്യായപ്രമാണം കർത്താവ് യേശു ക്രൂശിൽ മരിച്ചപ്പോൾ നിവർത്തിയാക്കി. അതുകൊണ്ട് അത് ഇനി വരാനുള്ളവരെ കുറിച്ചല്ല. മോശയുടെ ന്യായപ്രമാണത്തിലേക്ക് നിങ്ങൾ മടങ്ങി വരണമെന്ന് പറഞ്ഞത് അന്ന് സംഭവിച്ച കാര്യമാണ്. മോശയുടെ ന്യായപ്രമാണം നിലനിന്നൊരു കാലഘട്ടത്തിലുള്ളതാണത്. ആവർത്തനം 30 കാര്യം. അതിനെക്കുറിച്ച് നമ്മൾ അല്പം കൂടി ഇത് ചിന്തിക്കാൻ പോവുകയാണ്. ഇപ്പം യഹൂദ ദേശം 2 ഗോത്രങ്ങളുള്ള യഹൂദ, ബെന്യാമീൻ യഹൂദ ഗോത്രം, 10 ഗോത്രങ്ങൾ അസീറിയയിലേക്ക് പോയി, 2 ഗോത്രങ്ങൾ ബാബിലോണിലേക്ക് പോയി. വ്യക്തമായിട്ട് ദൈവത്തിൻ്റെ വചനത്തിൽ യിരെമ്യാ പ്രവാചകന്റെ പുസ്തകത്തിലൂടെ വ്യക്തമായിട്ട് ഈ യഹൂദ ദേശത്തിൻ്റെ നാശത്തെക്കുറിച്ചും പറയും. അവർ പ്രവാസികളായി പിടിക്കപ്പെട്ടുവെങ്കിലും അവർക്കൊരു പ്രതീക്ഷ ദൈവം കൊടുത്തു, തിരിച്ച് മടങ്ങി വരാനുള്ള പ്രതീക്ഷ. യിരെമ്യാവ് അതിനെക്കുറിച്ച് പ്രവചിക്കുമ്പോൾ ഇപ്രകാരമാണ് യിരെമ്യാവ് പറഞ്ഞത്. അതായത് നിങ്ങൾ ബാബിലോണിൽ പ്രവാസികളായി നിങ്ങൾ കിടക്കുന്നത് എത്ര വർഷമായിരിക്കും എന്ന് പറഞ്ഞു. അവിടെ കിടക്കുന്ന സമയത്ത് പണ്ട് മോശ ആവർത്തന പുസ്തകം 30-ാം അധ്യായത്തിൽ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് മടങ്ങി വരാനുള്ള ഒരു ഉപാധി ദൈവം വെച്ചിട്ടുണ്ട്. അതിന് നിങ്ങൾ വചനമനുസരിക്കണം, ദൈവത്തെ ബഹുമാനിക്കണം, വിഗ്രഹാരാധന ഉപേക്ഷിക്കണം, ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിൽ കീഴ്പ്പെടണം. ന്യായപ്രമാണ കാലഘട്ടത്തിലുള്ള കാര്യമാണ്. അങ്ങനെ നിങ്ങൾ കീഴ്പ്പെടാൻ തയ്യാറായാൽ നിങ്ങൾക്ക് മടങ്ങി വരാൻ കഴിയും. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 25-ാം അധ്യായത്തിൻ്റെ 11-12 വാക്യങ്ങളൊന്ന് വായിച്ച് കേൾക്കാം. ഈ ദേശമൊക്കെ ശൂന്യവും സ്തംഭനഹേതുവുമാകും. ഈ ജാതികൾ ബാബേൽ രാജാവിനെ 70 സംവത്സരം സേവിക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. 70 സംവത്സരം തികയുമ്പോൾ, ശ്രദ്ധിക്കുക, 70 സംവത്സരം തികയുമ്പോൾ ഞാൻ ബാബേൽ രാജാവിനെയും ആ ജാതിയെയും കൽദയരുടെ കൽദയർ എന്ന് പറഞ്ഞാൽ ബാബിലോൺ, കൽദയരുടെ ദേശത്തെയും അവിടെ അകൃത്യ നിമിത്തം സന്ദർശിച്ച് അതിനെ ശാശ്വത ശൂന്യമാക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. യഹൂദ എന്ന ദൈവജനം ബാബിലോണിലാണ് പ്രവാസത്തിൽ കിടക്കുന്നത്. 70 വർഷമാണ് അവർക്ക് നിയമിക്കപ്പെട്ടിരിക്കുന്നത്. ദൈവത്തിൻ്റെ നിയമമാണ്, ദൈവത്തിൻ്റെ നിശ്ചയമാണ്, തീരുമാനമാണ്. ഓരോ രാജ്യങ്ങളുടെ മേലും ദൈവം എത്രത്തോളം ആധിപത്യത്തോടെ ഭരണം നടത്തുന്നത് വ്യക്തമാണ്. 70 വർഷം നിങ്ങൾ ബാബിലോണിൽ അടിമകളായി കിടക്കണം. 70 വർഷം കഴിയുമ്പോൾ നിങ്ങൾക്ക് മടങ്ങി വരാൻ തയ്യാറുള്ള, ദൈവത്തെ ബഹുമാനിക്കാൻ തയ്യാറുള്ളവർക്ക് മടങ്ങി വരാം. അതിനുശേഷം ഈ രാജ്യത്തെ പണിഞ്ഞ തകർത്ത് കളയും, ബാബിലോൺ രാജ്യം. ഇപ്പോൾ വ്യക്തമായി യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 25-ാം അധ്യായം 11-12 നമുക്കത് കാണാൻ സാധിക്കും. 606 BC-യിലാണ് നെബൂഖദ്നേസറിന്റെ ഭരണം തുടങ്ങുന്നത്. യിരെമ്യാവിൻ്റെ പുസ്തകം 25-ാം അധ്യായത്തിൻ്റെ ആരംഭവാക്യം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: യോസിയാവിൻ്റെ മകനായ യഹൂദ രാജാവായ യഹോയാക്കീമിൻ്റെ 4-ാം ആണ്ടിൽ ബാബേൽ രാജാവായ നെബൂഖദ്നേസറിന്റെ 1-ാം ആണ്ട് തന്നെ സകല യഹൂദ ജനത്തെക്കുറിച്ച് യിരെമ്യാവിനുണ്ടായ അരുളപ്പാട്. യഹൂദ ജനത്തെക്കുറിച്ച് യിരെമ്യാവിന് ദൈവം അരുളപ്പാട് കൊടുത്തു. എപ്പോൾ? നെബൂഖദ്നേസർ രാജാവിൻ്റെ 1-ാം വാഴ്ചയുടെ 1-ാം ആണ്ടിൽ 606 BC-യിൽ. 70 വർഷം നെബൂഖദ്നേസർ ഭരിക്കുന്ന ബാബിലോൺ ലോകം മുഴുവൻ അടക്കിവാണ്. ലോകം മുഴുവൻ അടക്കിവാണ സാമ്രാജ്യമായിരുന്നു നെബൂഖദ്നേസറിൻ്റെ. പക്ഷെ അതിൻ്റെ ആയുസ് 70 വർഷമേ ഉള്ളൂ. അത് 25-ാം അധ്യായം യിരെമ്യാവ് 25-ന്റെ 8 മുതൽ വായിക്കുമ്പോൾ നമുക്കത് കാണാം. അതുകൊണ്ട് സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു: നിങ്ങൾ എൻ്റെ വചനങ്ങളെ കേൾക്കായ്കൊണ്ട് ഞാൻ ആളയച്ച് വടക്കുള്ള സകല വംശങ്ങളെയും എൻ്റെ ദാസനായ ബാബേൽ രാജാവ് നെബൂഖദ്നേസറിനെയും ഈ ദേശത്തിൻ്റെ നേരെയും അതിലെ നിവാസികളുടെ നേരെയും ചുറ്റും വസിക്കുന്ന ഈ സകല ജാതികളുടെ നേരെയും വരുത്തി അവരെ ഉന്മൂലനാശം ചെയ്ത് സ്തംഭനഹേതുവും പരിഹാസ വിഷയവും ശാശ്വത ശൂന്യവുമാക്കി തീർക്കും. ഞാൻ ആനന്ദഘോഷവും സന്തോഷധ്വനിയും മണവാളൻ്റെ സ്വരവും മണവാട്ടിയുടെ സ്വരവും തിരികലിൻ്റെ ഒച്ചയും വിളക്കിൻ്റെ വെളിച്ചവും അവിടെ ഇടയിൽ നീക്കിക്കളയും. ഈ ദേശമൊക്കെ ശൂന്യവും സ്തംഭനഹേതുവുമാകും. ഈ ജാതികൾ ബാബേൽ രാജാവിനെ 70 സംവത്സരം സേവിക്കും. ഇത് മുൻകൂട്ടി പറഞ്ഞു, ബാബേൽ രാജ്യത്തെ ഞാൻ എൻ്റെ കയ്യിൽ ഉപയോഗിക്കാൻ പോവുകയാണ്. അസൂർ രാജാവിനെ ദൈവം ഉപയോഗിക്കുന്ന പോലെ ബാബേൽ രാജാവ് നെബൂഖദ്നേസർ ദൈവം ഉപയോഗിച്ചുകൊണ്ടാണ് യഹൂദ ജനത്തെ പാഠം പഠിപ്പിച്ചത്. പക്ഷെ അവസാനം ബാബേൽ സാമ്രാജ്യത്തെ ദൈവം തകർത്ത് കളയും. അപ്പോൾ ഈ വായുധഭാഗം നമ്മൾ ശരിക്കും വായിക്കുമ്പോൾ കാണാൻ സാധിക്കും. 70 വർഷം ദൈവമക്കൾ ബാബിലോണിൽ പ്രവാസത്തെ കിടക്കുന്ന 70 വർഷം. അതിനുശേഷം ദൈവം ബാബിലോണിലെയും നശിപ്പിക്കുക സ്തംഭനഹേതുവാക്കും എന്നാണ് പറഞ്ഞത്. അതോടൊപ്പം തന്നെ യിരെമ്യാവിൻ്റെ പുസ്തകം 29-ാം അധ്യായം പഴയ അല്പമെങ്കിലും വായിച്ച് പരിചയം നമുക്കുണ്ടായിരിക്കാൻ നല്ലതാണ്.
യിരെമ്യാവിൻ്റെ പുസ്തകം 29-ാം അധ്യായത്തിൻ്റെ 10 മുതൽ 14 വരെ നമുക്ക് വായിച്ച് കേൾക്കാം. ബാബിലോണിൽ കിടക്കുന്ന പ്രവാസികളോട് യിരെമ്യാ ഒരു കത്ത് എഴുതുകയാണ്. ബാബിലോണിലാണ് ഇപ്പോൾ യഹൂദന്മാർ കിടക്കുന്നത്, യഹൂദ ഗോത്രം. അവരവിടെ ബാബിലോണിൽ പ്രവാസികൾ കിടക്കുകയാണ്. അവർക്കൊരു കത്ത് എഴുതും. ആ കത്തിലെ ഉള്ളടക്കമാണ് യിരെമ്യാ 29, 10 മുതൽ 14 വരെ. അവിടെ പറയുന്ന പ്രകാരമാണ്, യഹോവയുടെ അരുളപ്പാട്. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു: ബാബേലിലെ 70 സംവത്സരം കഴിഞ്ഞ ശേഷമേ ഞാൻ നിങ്ങളെ സന്ദർശിച്ച് ഈ സ്ഥലത്തേക്ക് മടക്കി വരുത്തുമെന്നുള്ള നിങ്ങളോടുള്ള എൻ്റെ വചനം ഞാൻ നിവർത്തിക്കുകയുള്ളൂ. 70 വർഷം കഴിയാതെ ഇടപെടില്ല എന്ന് പറയുകയാണ്. 70 വർഷം നിങ്ങൾ അവിടെ കിടന്ന് പഠിക്കേണ്ട പാഠം പഠിച്ച് മനം തിരിഞ്ഞ് അനുദപിച്ച് തെറ്റുകളൊക്കെ തിരിച്ചറിഞ്ഞ് വിഗ്രഹാരത ഉപേക്ഷിക്കാൻ തയ്യാറായാൽ അപ്പോൾ ഞാൻ എൻ്റെ വചനം നിവർത്തിക്കും. എന്നിട്ട് ഈ 11-ാം വാക്യം സാധാരണ പ്രസിദ്ധമായ വാക്യമാണ്: നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവ എന്ന് ഞാൻ അറിയുന്നു. അവ തിന്മയ്ക്കെല്ലാം നന്മയ്ക്കെത്രയുള്ള നിരൂപണങ്ങൾ എന്നൊക്കെ ഒരു അരുളപ്പാട്. ദൈവം തൻ്റെ ജനങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവം തൻ്റെ ജനത്തെ ശ്രദ്ധിക്കുന്നവിടെ നന്മയ്ക്ക് വേണ്ടിയാണ്, നിങ്ങളുടെ തിന്മയ്ക്കല്ല. നിങ്ങൾക്കൊരു ശുഭഭാവി വരും. പക്ഷെ അതിന് ഞാൻ എൻ്റെ കൽപ്പനകൾ പ്രമാണിക്കണം. ഇത് 12, നിങ്ങൾ എന്നോട് അപേക്ഷിച്ചു എൻ്റെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കുകയും ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയും ചെയ്യും. നിങ്ങൾ മനംതിരിഞ്ഞ് വന്നാൽ നിങ്ങളും ഞാനുള്ള ബന്ധം പുനഃസ്ഥാപിക്കും. നിങ്ങൾ എന്നെ അന്വേഷിക്കും, പൂർണ്ണഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ നിങ്ങൾ എന്നെ കണ്ടെത്തും. 14-ാം വാക്യം: നിങ്ങൾ എന്നെ കണ്ടെത്തുവാൻ ഞാൻ ഇടയാക്കും. യഹോവയുടെ അരുളപ്പാട്. ഞാൻ നിങ്ങളുടെ പ്രവാസം മാറ്റും. ഞാൻ നിങ്ങളെ നീക്കിക്കളഞ്ഞിരിക്കുന്ന സകല ജാതികളിൽ നിന്ന് എല്ലായിടങ്ങളിൽ നിന്നും നിങ്ങളെ ശേഖരിച്ച് ഞാൻ നിങ്ങളെ വിട്ടുപോകുമാറൊക്കെ സ്ഥലത്തേക്ക് തന്നെ മടക്കി വരുത്തുന്ന യഹോവയുടെ അരുളപ്പാട്. ഇപ്പോൾ 70 വർഷം കഴിഞ്ഞാലേ ഞാൻ നിവർത്തിക്കുകയുള്ളൂ. അത് ആ പരിശീലന ഘട്ടത്തിൽ നിങ്ങളെ ഞാൻ പദം വരുത്തുമ്പോൾ, പാകപ്പെടുത്തുമ്പോൾ നിങ്ങൾ എന്നിലേക്ക് തിരിയണം, എന്നെ അന്വേഷിക്കണം, എന്നോട് പ്രാർത്ഥിക്കണം, ഇതിൽ പ്രത്യാശ വയ്ക്കണം. യിരെമ്യാ വളരെ വ്യക്തമായി പ്രവാസത്തിൽ, നമ്മുടെ എല്ലാ ജീവിതത്തിൽ ഏതെങ്കിലും പ്രവാസത്തിലാണെങ്കിൽ ഇത് നിശ്ചയിച്ച സമയത്തിനുള്ളിൽ നമ്മൾ പഠിക്കേണ്ട പാഠം പഠിക്കണം, നമുക്ക് വരുത്തേണ്ട മാറ്റം വരുത്തണം. ഒരു ശുഭഭാവി നമുക്ക് കാത്തിരിപ്പുണ്ട്. നമ്മൾ അന്വേഷിക്കണം, പ്രാർത്ഥിക്കണം, നിലവിളിക്കണം, തെറ്റിദ്ധരുത്തണം. യിരെമ്യാ ഇവർക്ക് കത്തെഴുതുകയാണ്, പ്രവാസത്തിൽ കിടക്കുന്നവർക്കാണ്. കാരണം പ്രവാസത്തിൽ പോയ ഒരു കൂട്ടർ 597 BC മടങ്ങി വരും. ഇവിടെ 606 തുടങ്ങിയത്. നെബൂഖദ്നേസർ രാജാവാണ് പിടിച്ചുകൊണ്ടുപോയത് യഹൂദന്മാർ. സകല പാത്രങ്ങളും ദേവാലയത്തിലെ സകല വസ്തുക്കളും എടുത്തുകൊണ്ടുപോയ കൂട്ടത്തിലാണ് എല്ലാവരെയും കൊണ്ടുപോയത്. ദാനിയേലും മറ്റും ഉണ്ട് അവിടെ. 70 വർഷം അവിടെ കിടക്കുക. 70 വർഷത്തിൻ്റെ അവസാനം ദൈവം ഞാൻ ഇടപെടും, അതിനുശേഷമേ ഞാൻ ഇടപെടൂ. 70 വർഷം കഴിഞ്ഞിട്ട് എൻ്റെ വചനം നിവർത്തിക്കുകയുള്ളൂ. ഈ വേദഭാഗം വളരെ ശ്രദ്ധിച്ച് വായിക്കുന്നത് നല്ലതാണ്. ഇന്നത്തെ നമുക്ക് ആത്മീയ ജീവിതത്തിൽ പഠിക്കേണ്ട പല പാഠങ്ങളുമുണ്ട്. അപ്പോൾ പ്രവാചകൻ വളരെ വ്യക്തമാണ്. പ്രത്യേകിച്ച് എൻ്റെ 10-ാം വാക്യത്തിൽ വ്യക്തമായി പറഞ്ഞു: യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു: ബാബേലിലെ 70 സംവത്സരം കഴിഞ്ഞ ശേഷമേ ഞാൻ നിങ്ങളെ സന്ദർശിച്ച് ഈ സ്ഥലത്തേക്ക് മടക്കി വരുത്തുമെന്ന് നിങ്ങളോടുള്ള എൻ്റെ വചനം നിങ്ങളെ ഞാൻ മടക്കി വരുത്തുമെന്ന് നിങ്ങളോടുള്ള എൻ്റെ വചനം ഞാൻ നിവർത്തിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങളെക്കുറിച്ച് ഞാനൊരു വചനം പണ്ട് പറഞ്ഞിട്ടുണ്ട്. എവിടെ പറഞ്ഞിട്ടുണ്ട്? ആര് പറഞ്ഞിട്ടുണ്ട്? മോശ പറഞ്ഞു. ആവർത്തനം 30. അനുഗ്രഹത്തിൻ്റെ ശാപത്തിൻ്റെ കൽപ്പനകൾ പറഞ്ഞതിന് ശേഷം ആവർത്തനം 30-ാം അധ്യായത്തിൽ മോശ പറഞ്ഞു: നിങ്ങൾ പ്രവാസത്തിൽ പോയാൽ മോശയുടെ ന്യായപ്രമാണം അനുസരിക്കാൻ മനസ്സ് വെച്ച് പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തിലേക്ക് തിരിഞ്ഞു വന്നാൽ ദൈവം നിങ്ങളുടെ പ്രവാസം മാറ്റും, നിങ്ങളെ മടക്കി വരുത്തും. പണ്ട് മോശ പറഞ്ഞു. ഇവിടെ യിരെമ്യാവിനോട് പറയുകയാണ്, ആ വചനം ഞാൻ നിവർത്തിക്കും 70 വർഷം കഴിയും. ദൈവം പറഞ്ഞ വചനം ദൈവം മറക്കുന്നില്ല. ദൈവം പറഞ്ഞൊരു കൽപ്പന ദൈവം മറന്നു കളയുന്നില്ല. ദൈവത്തിനറിയാം, ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അബ്രഹാമിന് മകനെ കൊടുക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ 25 വർഷം കഴിയും. നമ്മളെ സംബന്ധിച്ച് 25 വർഷം അതൊരു യാത്രയാണ്. പക്ഷേ ആ 25 വർഷം കഴിയുമ്പോൾ ആ ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാപിക്കേണ്ട വ്യക്തി പാകപ്പെട്ട് കഴിയും, ഒരുക്കപ്പെട്ട് കഴിയും. നമുക്ക് ഇന്ന് വേണം നമുക്ക് അനുഗ്രഹം. ഇല്ല, 5 വർഷം കഴിയട്ടെ, 2 വർഷം കഴിയട്ടെ, നമ്മൾ സമ്മതിക്കില്ല. ഇവിടെ ഇവരോട് 70 വർഷം കഴിയട്ടെ എന്ന് പറഞ്ഞു. അത് തന്നെയാണ് യിരെമ്യാ ആവർത്തനം 30 പറഞ്ഞത് തന്നെയാണ് യിരെമ്യാ 29:14 പറയുന്നത്. ആവർത്തനം 30 പറഞ്ഞതിൽ അതിൻ്റെ 3-4 വാക്കുകളൊന്ന് വായിച്ച് കേൾക്കാം. അത് തന്നെയാണ് ഇവിടെ ആവർത്തിക്കുന്നത്. ആവർത്തന പുസ്തകം 30-ാം അധ്യായം, അവിടെ അതിൻ്റെ 1 മുതൽ വായിക്കാം. ഞാൻ നിന്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന അനുഗ്രഹവും ശാപവുമായ വചനങ്ങളൊക്കെയും നിന്റെ മേൽ നിവൃത്തിയായി വന്നിട്ട്, അതാണ് കാലം, നിവൃത്തിയായി വന്നിട്ട് നിന്റെ ദൈവമായ യഹോവ നിന്നെ തള്ളിക്കളഞ്ഞിട്ടുള്ള അതത് ജാതികളുടെ ഇടയിൽ വെച്ച്. ഇപ്പം പ്രവാസത്തിൽ പോകുന്നതിനെ കുറിച്ചാണ്. നീ അവയെ നിന്റെ ഹൃദയത്തിൽ ഓർത്ത്. നീ എവിടെ പോയാലും വചന ഹൃദയത്തിൽ ഓർക്കണം. പിന്നെ വചന ഹൃദയത്തിൽ വേണം, പുസ്തകത്തിനകത്താകരുത്. വചന ഹൃദയത്തിനകത്തുണ്ടാകണം. ചിലപ്പോൾ ദൈവത്തെ മറക്കും നീ, പക്ഷെ പിന്നീട് എപ്പോഴെങ്കിലും ഒരു ദുരന്തത്തിൽ വന്ന് കിടക്കുമ്പോൾ ഹൃദയത്തിൽ ആ വചനം ഓർക്കണം. ദാവീദ് പറഞ്ഞാൽ, നിന്നോട് പാപം ചെയ്യാതിരിപ്പാൻ നിന്റെ വചനത്തെ എൻ്റെ ഹൃദയത്തിൽ സംഗ്രഹിക്കണം.
അപ്പൊ നീ അവിടെ പ്രവാസത്തിൽ കിടക്കുന്ന സമയത്ത് നിന്നെ തള്ളിക്കളഞ്ഞ ദേശത്ത് വെച്ച് നീ ഹൃദയത്തിൽ ഓർത്ത് നീ ദൈവമായ യഹോവയുടെ അടുക്കിലേക്ക് തിരിഞ്ഞ് നീ നിന്റെ മക്കൾ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ ഞാനിത് നിന്നോട് ആജ്ഞാപിക്കുന്നൊക്കെയും അവൻ്റെ വാക്ക് കേട്ടനുസരിച്ചാൽ, അതാണ് കണ്ടീഷൻ, നിബന്ധന. വെറുതെ ആരും ദൈവം തിരിച്ചു വരത്തില്ല. ദൈവത്തിൻ്റെ കൽപ്പനയ്ക്ക് വിധേയപ്പെടണം. കർത്താവിൻ്റെ സഭയോടുള്ള വിശ്വസ്തത പുനഃസ്ഥാപിക്കാൻ മനസ്സുകൊണ്ട് ആഗ്രഹിക്കണം. എനിക്ക് നഷ്ടപ്പെട്ടത് എന്താണെന്ന് ബോധ്യപ്പെടണം. ഞാൻ എന്താണ് നഷ്ടപ്പെടുത്തി കളഞ്ഞത്? കർത്താവിൻ്റെ സാന്നിധ്യമുള്ള കർത്താവിൻ്റെ സഭയാണ് ഞാൻ ഉപേക്ഷിച്ചത്. ദൈവത്തിൻ്റെ വചനം ലഭിക്കുന്ന ദൈവജ്ഞാനമുള്ള ഇടമാണ് ഞാൻ ഉപേക്ഷിച്ചത് എന്ന് ബോധ്യപ്പെട്ടുകൊണ്ട് തിരിച്ചു വന്നാൽ, മനസ്സ് വെച്ചാൽ ദൈവം ഞാൻ തിരിച്ചു കൊണ്ടുവരാം നിന്നെ. അവൻ്റെ വാക്ക് കേട്ടനുസരിച്ചാൽ നിന്റെ ദൈവം യഹോവ നിന്റെ സ്ഥിതി മാറ്റും. സ്ഥിതി മാറ്റുകയും ആത്മീകമായ സ്ഥിതിയാണ്. സ്ഥിതി മാറ്റുകയും നിന്നോട് മനസ്സരിഞ്ഞ് നിങ്കിലേക്ക് തിരിക്കുകയും നിന്റെ ദൈവം യഹോവ നിന്നെ ചിതറിച്ചിരിക്കുന്ന സകല ജാതികളിൽ നിന്നും നിന്നെ കൂട്ടിച്ചേർക്കുകയും ചെയ്യും. നിനക്കുള്ളവർ ആകാശത്തിൻ്റെ അറുതി വരെ ചിതറിപ്പോയിരുന്നാലും നിന്റെ ദൈവം യഹോവ അവിടെ നിന്ന് നിന്നെ കൂട്ടിച്ചേർക്കും. അവിടെ നിന്ന് അവൻ നിന്നെ കൊണ്ടുവരും. ഇത് തന്നെയാണ് യിരെമ്യാ 29:14 വാക്യം യിരെമ്യാവ് പറയുന്നത്. ഇവിടെ എന്താ യിരെമ്യാ പറഞ്ഞത്? നിങ്ങൾ എന്നെ കണ്ടെത്തുവാൻ ഞാൻ ഇടയാക്കും, യഹോവയുടെ അരുളപ്പാട്. ഞാൻ നിങ്ങളുടെ പ്രവാസം മാറ്റും. ഞാൻ നിങ്ങളെ നീക്കിക്കളഞ്ഞിരിക്കുന്ന സകല ജാതികളിൽ നിന്നും എല്ലായിടങ്ങളിൽ നിന്നും നിങ്ങളെ ശേഖരിച്ച് ഞാൻ നിങ്ങളെ വിട്ടുപോകുമാറാക്കിയ സ്ഥലത്തേക്ക് ഇതിനെ മടക്കി വരുത്തുന്ന യഹോവയുടെ അരുളപ്പാട്. അപ്പോൾ ആവർത്തത്തിൽ പറഞ്ഞ അതേ വചനം ദൈവം മറന്നു കളഞ്ഞിട്ടില്ല. പക്ഷെ അത് നേടാനായിട്ട് ഒരു സമയമെടുക്കും. നമ്മളിന്ന് കേൾക്കുന്ന ഓരോ വചനവും നമ്മുടെ ജീവിതത്തിൽ അനുഭവമാകാൻ ഒരു കാലമുണ്ട്. ആ കാലം നമ്മൾ ഒരുക്കാനുള്ള കാലമാണ്. ഒരു ശുഭഭാവിക്ക് വേണ്ടി നമ്മളെ ഒരുക്കുകയാണ്. അപ്പോൾ ആവർത്തനം 30 പറഞ്ഞത് ഇവിടെ യിരെമ്യാ 20:14 ഓർമ്മപ്പെടുത്തുകയാണ്. ഇപ്പം ദൈവമക്കൾ ഇസ്രായേൽ പ്രവാസത്തിൽ കിടക്കുകയാണ്. അവർ തിരിച്ചു വരണം. തിരിച്ചു വരണമെങ്കിൽ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തിൻ്റെ ന്യായപ്രമാണം, അന്ന് മോശയുടെ ന്യായപ്രമാണം, ഇത് അവരെക്കുറിച്ചുള്ളതാണ്. ഇനിയുള്ള യഹൂദന്മാരെക്കുറിച്ചല്ല. ഇന്നുള്ള യഹൂദന്മാർക്ക് ഇനി അവസരമില്ല. ഇനിയുള്ള അവസരം, അവർക്കുള്ള അവസരം കർത്താവ് യേശുക്രിസ്തുവിനെ മശിഹയായി പൂർണ്ണ ഹൃദയത്തോടെ സ്വീകരിക്കാൻ, കർത്താവ് യേശുവിൻ്റെ നാമത്തിന് കീഴ്പ്പെടാൻ തയ്യാറായി, പിതാവിൻ്റെ പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കാൻ തയ്യാറായാൽ എല്ലാ യഹൂദനും പ്രത്യാശയുണ്ട്. എല്ലാ യഹൂദനും തിരിച്ചു ഒട്ടിക്കും ദൈവം. കളഞ്ഞിരിക്കുകയാണ് അവർ, ചിതറിച്ച് കളഞ്ഞിരിക്കുകയാണ്. ദൈവത്തിൻ്റെ ശിക്ഷയാണ്. അവർക്ക് തിരിച്ചു വരാൻ തയ്യാറായാൽ തിരിച്ചുള്ള മാർഗം എന്താണ്? വചനം. പുതിയ ഉപദേശത്തിന് കീഴ്പ്പെടണം, ക്രിസ്തുവിൻ്റെ ഉപദേശത്തിന് കീഴ്പ്പെടണം. അപ്പോൾ ദൈവം തിരിച്ചു കൊണ്ടുവരും. ഇപ്പം ഇവിടെ ഇതാ ഇവരോട് പറയുകയാണ്, നിങ്ങളായിരിക്കും ദേശത്ത് വെച്ച് എന്നെ പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ പ്രവാസം മാറ്റും, മടക്കി വരും. ഇപ്പം എത്ര വർഷം അവിടെ കിടക്കേണ്ടത്? 70 വർഷം. അപ്പോൾ മറക്കരുത്, ദൈവം വാഗ്ദാനം ചെയ്തു ഇസ്രായേലിൻ്റെ മടങ്ങി വരുന്നു 70 വർഷത്തെ പ്രവാസത്തിന് ശേഷം. പക്ഷെ ഒരു കാര്യം നമ്മൾ ഇതിനകം തന്നെ പഠിച്ചു, എല്ലാവരും വരില്ല. ഒരു ചെറിയ ശേഷിപ്പ് മാത്രമേ മടങ്ങി വരികയുള്ളൂ. കുറച്ച് പേർ, കാരണം ദൈവത്തെ സ്നേഹിക്കുന്നവർ കുറച്ച് പേരെ കാണുകയുള്ളൂ. പ്രവാസത്തിൽ കൊടുത്തെങ്കിലും പീഡനം കൊടുത്തെങ്കിലും ഉപദ്രവം കൊടുത്തുണ്ടെങ്കിലും മറ്റ് ജാതികളുടെ ഭരണത്തിന് കീഴിൽ അവർ കൊണ്ടാക്കിയാലും കുറച്ച് പേർക്ക് ദൈവത്തെ അന്വേഷിക്കാൻ തോന്നുന്നുള്ളൂ. അവരെ മാത്രമേ ദൈവം രക്ഷിക്കുകയുള്ളൂ. അനേകർ ഇറങ്ങിത്തിരിക്കും, പക്ഷെ കുറച്ച് പേർ, 6 ലക്ഷത്തിൽ പേരിൽ അധികം ഇറങ്ങി 2 പേർ മാത്രം ഇപ്പുറത്തെത്തും. കുറച്ച് പേർ ശേഷിപ്പ് എന്ന് വിളിക്കും. 70 വർഷത്തിന് ശേഷം ആദ്യം പോയതിൽ ഒരു ശേഷിപ്പ് മാത്രം. അത് ദൈവത്തിൻ്റെ വാഗ്ദാനമാണ്. അവർ മടങ്ങി വരും. ദൈവം പറഞ്ഞു അതെല്ലാം നിവൃത്തിയായി. ആ ശേഷിപ്പ് മടങ്ങി വന്നു. അത് ബൈബിൾ ചരിത്രം വ്യക്തമാക്കുന്നു. ഇസ്രായേലും നെഹമ്യാവും എല്ലാം കാണിച്ചു തരും. ബാബിലോണിൻ്റെ പതനം നടന്നു. മീദോ പെർഷ്യൻ സാമ്രാജ്യം വന്നതോടുകൂടി ബാബിലോണും അവസാനിച്ച് 536. ഇവിടെ എല്ലാം നമ്മൾ കാണുന്നത് ദൈവത്തിൻ്റെ വാഗ്ദാനം. ദൈവം മറക്കില്ല. ദൈവം തിരിച്ചു വരുത്താമെന്ന് ദൈവത്തെ തിരിച്ചു വരും. ഇന്ന് ദൈവത്തിൻ്റെ മക്കളെ സംബന്ധിച്ച് ദൈവമനുസരിച്ച് ജീവിച്ചാൽ, ഏതെങ്കിലും കാരണവശാൽ വഴിവിട്ടു പോയാൽ, ദുരുപദേശത്തിൽ ഏതെങ്കിലും വീണു പോയാൽ, എപ്പോഴെങ്കിലും മനസ്സരിഞ്ഞ് തിരിച്ചറിഞ്ഞ് ബോധം വന്ന് അയ്യോ ഞാൻ കളഞ്ഞത് എന്താണ്, കർത്താവിൻ്റെ സാന്നിധ്യമുള്ള കർത്താവിൻ്റെ ശരീരമായ സഭ, കർത്താവിൻ്റെ ശരീരം അതാണ് ആ സാന്നിധ്യമുള്ളത്, മറ്റൊരിടത്ത് ആ സാന്നിധ്യമില്ല. അത് മനസ്സിലാക്കി ആരെങ്കിലും തിരിച്ചു വരാൻ ആഗ്രഹിച്ചാൽ ദൈവം മടക്കി വരും. ഇപ്പം ഇവിടെ ഇവരോടും പറയുന്നതാണ്. അത് പിന്നീട് എസ്ര പറയും. ഇപ്പം മോശ പറഞ്ഞ നേരത്തെ യെശയ്യാവിനെക്കുറിച്ച് പറയും, ഒരു ശേഷിപ്പെ മടങ്ങി വരികയുള്ളൂ. യിരെമ്യാവും പറഞ്ഞു 70 വർഷം കഴിയുമ്പോൾ ഒരു ശേഷിപ്പ് മടങ്ങി വരും. എസ്ര പറയും, നെഹമ്യാവ് പറയും, എല്ലാ പ്രവാചകനും പറയും അവർ മടങ്ങി വന്ന് മതിൽ പണിതു. പക്ഷെ പിന്നീട് നമ്മൾ കാണുന്ന ഇസ്രായേലിന്റെ പുസ്തകം പഠിക്കുമ്പോൾ ഇവർ മടങ്ങി വന്നെങ്കിലും ചുറ്റുപാടും കുറച്ചുനാൾ കഴിയുമ്പോൾ പതുക്കെ സ്വഭാവം വെളിപ്പെട്ടു. ചുറ്റുപാടുമുള്ള ജാതികളുമായി കൂടിക്കലർന്ന് ആ വിശുദ്ധ സന്തതിയുടെ പരിശുദ്ധി നഷ്ടപ്പെടുന്നു. മറ്റ് ജാതികളിലുള്ള സ്ത്രീകളുമായിട്ട് വിവാഹബന്ധത്തിൽ മറ്റും ഏർപ്പെട്ട് അവിടെയുള്ള ഇസ്രായേൽ ജനങ്ങളുടെ വിശുദ്ധി, അവിടെ സ്വർഗീയമായ വിശുദ്ധി നഷ്ടപ്പെടുത്തി കളഞ്ഞതിനെക്കുറിച്ച് അപ്പോൾ അവിടെ പറയും, ഞങ്ങൾ തെറ്റി ഒഴിഞ്ഞ ശേഷിപ്പ് മാത്രമാണ് ഞങ്ങൾ, എന്നിട്ട് ഞങ്ങൾ ഇവിടെ വന്നിട്ട് മറ്റുള്ള ദേശങ്ങളുമായി ഇടകലർന്ന് ആ വിശുദ്ധമായ വംശം, ആ പാരമ്പര്യം നശിപ്പിച്ചു കളഞ്ഞു. ശക്തമായിട്ട് ഇസ്രായേൽ ഇടപെടുന്ന കാണാം. പിന്നെ ഇതിനെക്കുറിച്ച് പഠിക്കാം.
അപ്പം ദൈവം വാഗ്ദാനം നിറവേറ്റും, പക്ഷെ നാം വിശ്വസ്തരായിരിക്കണം. നമ്മെ ഇരുത്തിയ സ്ഥാനത്ത് വിശ്വസ്തയോടെ ഇരിക്കണം. അത് കർത്താവിൻ്റെ സഭയിൽ നമ്മളെ കൂട്ടിച്ചേർത്ത കർത്താവാണ്. നമ്മൾ അഡ്മിഷൻ ഫീസ് കൊടുത്തൊന്നും ചേർന്നതല്ല. കർത്താവ് കൂട്ടിച്ചേർത്ത് നമ്മൾ വിശ്വസ്തയോടെ ഇരിക്കണം. നൽകി തന്ന ഉത്തരവാദിത്തങ്ങളനുസരിച്ച് നമ്മുടെ ശുശ്രൂഷ ചെയ്തുകൊണ്ട് വിശ്വസ്തരായിട്ടിരിക്കണം. ഇതിന് തുല്യമായ മറ്റൊരു സ്ഥലമില്ല. നമ്മുടെ ചുറ്റുമുള്ള എല്ലാവരും പക്ഷേ നമ്മൾ പ്രതീക്ഷിക്കുന്ന നിലവാരം ഉണ്ടാകണമെന്നില്ല. പക്ഷെ നമ്മൾ ഇരിക്കുന്ന സ്ഥലം ശരിയാണ്. ഇരിക്കുന്ന സ്ഥലം ശരിയാണ്. കൊരിന്തിലുള്ള എല്ലാ അംഗങ്ങളും വിശ്വസ്തരും നല്ലവരും യോഗ്യതയുള്ളവരും ആത്മീയരൊന്നും ആയിരുന്നില്ല. പക്ഷെ ആ ഇരിക്കുന്ന സ്ഥലം കർത്താവിൻ്റെ സഭയാണ്. അത് മറക്കരുത്. നമ്മൾ പരസ്പരം നോക്കിയല്ല ആത്മീയ ജീവിക്കേണ്ടത്. നമ്മളതിന് യോഗ്യതയുള്ളവരല്ലല്ലോ. നമ്മൾ എന്തെല്ലാം കുറവ് മറ്റുള്ളവർ കാണുന്നുണ്ട്. നമ്മൾ മറ്റുള്ളവരെ കാണുമ്പോഴാണ് അവിടെ കുറവുകൾ ചൂണ്ടിക്കാട്ടും. പക്ഷെ നമ്മളെ കാണുന്നവരും നമ്മളെക്കുറിച്ച് പലതും പറയുന്നില്ല. അപ്പം നാം കർത്താവിനെ നോക്കുക, ആയിരിക്കുന്ന സ്ഥലത്ത് വിശ്വസ്തരായിരിക്കുക, ദൈവത്തെ മുറുകെ പിടിക്കുക. ആ ജ്ഞാനം ലഭിക്കുന്ന ഇടമാണ് കർത്താവിൻ്റെ സഭ. അവിടെ വിശ്വസ്തരായിരിക്കുക. നിങ്ങളെ സഹായികളെ തുടരും. അടുത്ത പഠനത്തിൽ ഈ മടങ്ങി വന്ന ശേഷിപ്പിനെക്കുറിച്ച്, പ്രവചന നിവൃത്തിയായി മടങ്ങി വന്ന ശേഷിപ്പിനെക്കുറിച്ച് എസ്രയും നെഹമ്യാവും ഒക്കെ പറയുന്നതിനെ വിശദമായി നമ്മൾ അടുത്ത ക്ലാസ്സിൽ ചിന്തിക്കുന്നുണ്ട്. നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഒരു കാര്യം ഓർമ്മിപ്പിക്കാം, നാളെ നടക്കേണ്ട യെശയ്യാപ്രവചന പുസ്തക പഠനം ഇന്ന് നടത്തുന്നുണ്ട്. അത് താല്പര്യമുള്ളവർക്ക് ഇന്ന് കേൾക്കാം, അല്ലെങ്കിൽ നാളെ രാവിലെ കേട്ടാൽ മതി. പക്ഷേ ഇന്ന് വേറെ തിരക്കുള്ളതുകൊണ്ട് യെശയ്യാപ്രവചന പുസ്തകത്തെക്കുറിച്ച പഠനം ഇന്ന് അല്പസമയത്തിന് ശേഷം ആ ക്ലാസ് ഉണ്ടായിരിക്കുന്നതാണ്. താങ്ക് യു. ഗോഡ് ബ്ലെസ്.